മക്കളില്ല എന്ന് പറയുമ്പോൾ രണ്ട് കാര്യം ഞാൻ ചെയ്യാൻ പറയല്. ഒന്ന്, ദാറുൽ ഹുദയിൽ തിങ്കളാഴ്ച ദിവസത്തെ യാസീനോദി ദുആയിരക്കുന്ന ദുആയിൽ പോയി കൂടാ. അവിടെ ദുആ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ നിയ്യത്ത് ചെയ്യുക, അല്ലാഹുവേ എനിക്കൊരു കുഞ്ഞിനെ നീ തന്നാൽ ഈ ഇൽമിൻ്റെ സ്ഥാപനത്തിലേക്ക് ഒരു ചാക്ക് പഞ്ചസാര. നമ്മൾ ഹൈദുറസ് മുസ്ലിയാർ അറിയാലോ, പുതുപ്പറമ്പുണ്ടായിരുന്ന ഹൈദുറസ് മുസ്ലിയാർ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ഉസ്താദുള്ള കാലത്ത് ഉസ്താദ് നിർദ്ദേശിച്ചിരുന്നൊരു കാര്യമാണത്. അങ്ങനെ ഒരു ചാക്ക് പഞ്ചസാര 100 കിലോ ഈ സ്ഥാപനത്തിലേക്ക് ഞാൻ നേർച്ചയാക്കുന്നു, അള്ളാഹു എനിക്ക് കുട്ടിയെ തന്നാൽ. കുട്ടിനെ തന്നിട്ട് കൊടുത്താൽ മതി, നിയ്യത്ത് ചെയ്തു പോരാ. ഒരുപാട് ആളുകൾക്ക് അള്ളാഹു ഉത്തരം കൊടുത്തിട്ടുണ്ട്, അതൊരു സബബായിരിക്കാം. പിന്നെ രണ്ടാമത്തേത്, ചെറുവാളൂർ ഹൈദുറസ് മുസ്ലിയാർ വഫാത്തായിപ്പോയി. സംസ്ഥയുടെ മുഷാവറായ മഹാനായിരുന്നു. ബഹുമാനപ്പെട്ടവർ തൃശ്ശൂർ പാലപ്പള്ളി ദാറുത് തഖ്വ കോളേജിൻ്റെ അവിടെയാണ് ഉസ്താദിൻ്റെ മഖാമുള്ളത്. അവിടെ ചെന്നിട്ട് ഉസ്താദ് ചെയ്തിരുന്നൊരു ചികിത്സയുണ്ട്. അത് ഉസ്താദിൻ്റെ ഖാദിമ് ഇർഷാദ് വാഫി ഉസ്താദ് അവറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഫലം ഉണ്ടാവുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾ, ചില അസ്ബാബുകൾ അങ്ങനെയായിരിക്കും. ഈ രണ്ട് സ്ഥലത്ത് പോയിട്ട് ഈ തരത്തിലുള്ള ആത്മീയമായ ചികിത്സയും ചെയ്യണം. ഡോക്ടറെ കണ്ടോളൂ, പറ്റുന്ന ചികിത്സകളൊക്കെ ചെയ്തോളൂ. പക്ഷേ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ അതുകൂടെ ചെയ്താൽ ഇൻഷാ അള്ളാഹു അവർക്കൊക്കെ കൺകുടുമയുള്ള മക്കളെ കൊടുക്കട്ടെ. ഒരുപാട് ആൾക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് അള്ളാഹു കൺകുടുമയുള്ള മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.